വളരെ റയറായിട്ടുള്ള ഒരു കാറ് വർക്ക് എടുക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് ഭയങ്കര റയറാണ്. ആദ്യമൊക്കെ കുറേ ഉണ്ടായിരുന്നു. കാർ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷെവർലേൻ്റെ തവേരയാണ്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് തവേര തന്നെയാണോ ഇനി പുതിയ മോഡലാണോ ചിലപ്പോൾ തോന്നിപ്പോയേക്കാം. എന്തായാലും ഇത് ടൈപ്പ് 1 ടൈപ്പ് 3 നമ്മൾ മാറ്റിയതാണ്. ഇതിൽ ഒരുപാട് വർക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് 1 by 1 നമുക്ക് നോക്കാം. ഇതിൽ മേജർ വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ ബോഡി പെയിൻറ്റഡ് ആണ്. ഇത് കാർ ഒരു ക്രീം കളറിലുണ്ടായിരുന്നത്, ഒരു വൈറ്റിഷ് ബീച്ച് കളറിലുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഗ്ലോസി ബ്ലാക്കാണ് തോന്നും. പക്ഷെ അല്ല, ഇതൊരു ഉള്ളിലേക്ക് അല്ലെങ്കിൽ പെയിൻറ്റ് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഒരു വയലറ്റ് വെൽവെറ്റ് ഫിനിഷിലേക്ക് ഇത് മാറുന്നുണ്ട്, ഒരു മിഡ് നൈറ്റ് വെൽവെറ്റൊക്കെ പോലെ. അപ്പോൾ അതാണ് ഫുൾ ബോഡി എക്സ്റ്റീരിയൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡീറ്റെയിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഗ്രില്ലിൻ്റെ ഈ പോർഷന്, അതുപോലെ ഈ ഒരു ഏരിയയൊക്കെ ഒരു മാറ്റ് ഗ്രേ ഫിനിഷിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഭംഗി, നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്. ഫ്രണ്ടേജിൽ നിന്ന് പിന്നെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ് ലാമ്പ് എല്ലാം നമ്മളൊരു കസ്റ്റമൈസ്ഡ് ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഈ DRL ഒക്കെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത ടൈപ്പാണ്. ഇപ്പോൾ രണ്ടും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ ഫോഗ് ലാമ്പ് നമ്മളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അലോയ് വീൽ ഇൻസ്റ്റാൾ ചെയ്തില്ല, റിമ്മാണ് കിടക്കണം. അതിന് ജസ്റ്റ് ഒരു കവർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിന് അലോയ് വീൽ ഉടനെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഫുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്, കൂളിംഗ് ഫിലിം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്ത സെയിം കളർ തന്നെ ഇതിലും നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കാം. കാരണം നമ്മൾ ഇപ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് തന്നെ ഒരു പർപ്പിൾ ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പെയിൻറ്റിന് നമ്മളൊരു ഡീപ്പ് പർപ്പിൾ ഒരു കോമ്പിനേഷൻ കൊടുത്തത്. പ്ലസ് ഇതിൻ്റെ DRLൊക്കെ ഒരു പർപ്പിളാണ്. അതുപോലെ തന്നെ അതിനോട് മാച്ച് ചെയ്തിട്ട് നമ്മളൊരു ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട്. ടോർ പാഡ് ആണെങ്കിലും സീറ്റ് ആണെങ്കിലും ഒക്കെ ഒരു പർപ്പിൾ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ചില എലമെൻറ്റ്സൊക്കെ നമ്മൾ ചെറിയൊരു പർപ്പിൾ വെച്ചിട്ടൊക്കെ ഒരു ഡിപ്പിങ് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്. സ്റ്റിച്ചിങ് ആണെങ്കിലും സീറ്റൊക്കെ ഒരു ഷേപ്പ്ഡ് സീറ്റ്, നല്ലൊരു പ്രീമിയം സീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ക്ലോസ് അപ്പായിട്ട് നോക്കിയാൽ മനസ്സിലാവും. എല്ലാ സ്റ്റിച്ചും ഒരേ ലെങ്ത്താണ്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റിച്ചിങ് പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുൾ പെർഫെക്റ്റാണ്. ഇത് ഷേപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെഡ്ലൈനേഴ്സ് ഫുള്ള് മാറി ബ്ലാക്ക് ആക്കി, കൂടെ ആ ഒരു പർപ്പിൾ ലൈന് കൊടുത്ത് ആ ഡീറ്റെയിലിങ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂളിംഗ് ഫിലിം ചെയ്തിട്ടുണ്ട്. എല്ലാ 4 ഗ്ലാസ്സിലും ബാക്കിലും ഫ്രണ്ടിലൊക്കെ നമ്മൾ കൂളിംഗ് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് പറഞ്ഞ പോലെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിപ്പിങ്ങും അതിൻ്റെ റാപ്പിങ്ങും ഒക്കെ ഈ സീറ്റ് കവറിൻ്റെ മെറ്റീരിയലും നമ്മുടെ ആ നേരത്തെ പറഞ്ഞ എലമെൻ്റൊക്കെ വെച്ചിട്ട് മാച്ച് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു പുതിയ ലുക്കിലുള്ളത്. ഡാഷ്ബോർഡും ഡോർ പാഡൊക്കെ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാർ ഇപ്പോൾ പുതിയൊരു ലുക്കിലാണുള്ളത്. ഇതൊക്കെയാണ് മേജറായിട്ട് ഈ കാറിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഇതിൽ ആൻഡ്രോയിഡ് സിസ്റ്റം, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലസ് 4 സ്പീക്കേഴ്സ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു 10 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, കാർ പ്ലേ ഒക്കെ അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയൽ ഇലക്ട്രിക്കൽ സൈഡിൽ ചെയ്തത്. പിന്നെ ഈ ആംറസ്റ്റൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സീറ്റിൻ്റെ ആ ഒരു ഫിനിഷിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി ഒരു പ്രീമിയം ടച്ചിലാണ് ഇപ്പോൾ കാറുള്ളത്. ഇതിൻ്റെ ഫ്ലോർ മാറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഒരു പാറ്റേൺ വരുന്ന കുറച്ച് പ്രീമിയം ആയിട്ടുള്ള പരിപാടികളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്തു. നമ്മുടെ സീറ്റ് ബെല്ലടക്കം നമ്മൾ ഫുള്ള് മാറി. പിന്നെ റൂഫിലാണെങ്കിൽ റൂഫ് റെയിൽ മാറി, കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറി. അതുപോലെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് അതൊക്കെ മാറി പുതിയൊരു സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കാർ ഇപ്പോൾ ഒരു ടൈപ്പ് 3 ലുക്കിൽ കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ട് കസ്റ്റമറെ സംബന്ധിച്ച് ഒരു പഴയ വണ്ടി അല്ലാതെ എന്നാൽ കുറച്ച് മോഡേൺ ആയിട്ട്, എന്നാൽ ആളുടെ ആ ഒരു എന്താ പറയുക വണ്ടിയോടുള്ള ഇഷ്ടമൊക്കെ നിലനിർത്തിയിട്ടാണ് നമ്മൾ ഈ കാറ് ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.